ഇന്നും നമ്മളൊരു ഹോസ്പിറ്റൽ വിസിറ്റാണ് കേട്ടോ. അപ്പോൾ ലെവിക്കുട്ടി ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ കുറിച്ചക്കേടൊക്കെ കാണിച്ച് പൂവൊക്കെ പറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ ലെവിക്കുട്ടിക്ക് ഇപ്പോൾ ചെറുതായിട്ട് ക്യാവിറ്റീസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ. ലെവിക്കുട്ടിൻ്റെ പല്ലിൽ വെള്ള കളർ വന്നു തുടങ്ങിയപ്പോഴേ നമ്മളൊരു ഡോക്ടറെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. കുട്ടിയൊക്കെ പറ്റിയ ഏതെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടോയെന്ന്. അപ്പോഴാണ് ബത്തേരി കല്ലുവേൽ റോഡിൽ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ഉണ്ടെന്ന് അറിയുന്നത്. അനൂപ് ജേക്കബ് എന്നാണ് കേട്ടോ ഡോക്ടർ പേര്. എന്തായാലും നല്ല അടിപൊളി ഡോക്ടറായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ലെവിക്കുട്ടിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിപ്പോൾ വേണമെങ്കിൽ അത് അടയ്ക്കോ, ഒരു വർഷത്തേക്ക് സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാനുള്ള പ്രായമായിട്ടില്ല എന്നും പറഞ്ഞു. അങ്ങനെ ലെവിക്കുട്ടി ഇരുന്ന് കൊടുത്തു കേട്ടോ. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലെവിക്കുട്ടി നല്ല കുട്ടിയായിട്ട് ഇരുന്നൊക്കെ കൊടുത്തു കേട്ടോ. ലെവിക്കുട്ടീൻ്റെ പല്ലിലെ ക്യാവിറ്റീസ് വന്നു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, അധികം ചോക്ലേറ്റും മധുരമൊന്നും കഴിക്കാത്ത കൊച്ചല്ലേ എന്താ പെട്ടെന്ന് ക്യാവിറ്റീസ് വന്നതെന്ന്. അപ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കൊച്ചിന് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാവിറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ തുടക്കം തന്നെ കാണുമ്പോൾ ഡോക്ടറെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് ക്യാവിറ്റീസ് വന്ന് പല്ലെല്ലാം നാശമായി കഴിഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. വലിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കുട്ടിക്ക് നല്ല വേദന ഉണ്ടാകും, പറയാനറിയില്ലല്ലോ. അപ്പോൾ ലെവിക്കുട്ടീനെ കാണിച്ച് പെട്ടെന്ന് അതെല്ലാം ക്ലിയർ ചെയ്തു. 10 മിനിറ്റ് നേരത്തെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ചെറിയ മക്കൾക്ക് ഇതുപോലെ വല്ല ക്യാവിറ്റീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.